നമ്മള് എത്രയും ബഹുമാന്യനായ ഗുരുശ്രേഷ്ഠൻ റവറന്റ് ഫാദർ വർഗീസ് കല്ലാപ്പാറ രചിച്ച 20ാമത്തെ ഗ്രന്ഥം ക്വസ്റ്റ് ഫോർ പീസ്, അതിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതോടനുബന്ധിച്ച് ആ പുസ്തകത്തെ സംബന്ധിച്ച ഒരു പത്രസമ്മേളനവും അതിന്റെ വിഷയം സംബന്ധിച്ച ഒരു പ്രസ് കോൺഫറൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് വന്നിട്ടുള്ള അച്ഛൻ ഇതുവരെ രചിച്ചിട്ടുള്ള 19 പുസ്തകങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് പൊതുസമൂഹവും കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെയായി യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ നിലനിന്നിരിക്കുന്ന ഒരു പ്രശ്നം അവലോകനം ചെയ്ത് പുതുതായിട്ട് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് എത്രയും ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെയും കൂടി സ്ഥലത്തോടു കൂടി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുള്ളവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമേ ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠ വൈദികനായ, എന്റെ കൂടി ഗുരുവായ, ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരുടെയും ഗുരുവാണ് അച്ഛൻ. ഇന്ന് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെ എല്ലാവരുടെയും ഗുരുവായ എത്രയും ബഹുമാനപ്പെട്ട കല്ലാപ്പാറ വർഗീസ് അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ വിശിഷ്ടാതിഥിയായി വന്നിട്ടുള്ള എത്രയും ബഹുമാന്യനായ നമ്മള് അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരുവനായിട്ട് എപ്പോഴും എല്ലാ ദിവസവും സജീവമായി രംഗത്തുള്ള കേരള മാധ്യമ രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള എത്രയും ബഹുമാനപ്പെട്ട കല്ലാപ്പാറ അച്ഛന്റെ ശിഷ്യന്മാർ കൂടിയായിട്ടുള്ള എത്രയും ബഹുമാന്യനായ വർഗീസ് അരീക്കൽ കോറപ്പിസ്കോപ്പ, അദ്ദേഹം നെടുമ്പാശ്ശേരി പള്ളി വികാരിയാണ്, ആ പ്രദേശത്തെ ഇന്ത്യ കോറപ്പിസ്കോപ്പയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയും ബഹുമാന്യനായ വോൾസൺ വർക്കി, ഈ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്, അച്ഛന്റെ ശിഷ്യനാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായ യാക്കോബായ സമുദായത്തിന്റെ ഒരു അംഗവും ഒരു പുത്രനുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിബി പോള്, ഷെവലിയാർ ജിബി പോള് ഈ പുസ്തകത്തിന്റെ ഏറ്റവും അടുത്ത അഭിനയകാംക്ഷിയും ഈ കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുമാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തകം അഡ്വക്കേറ്റ് ജയശങ്കറിൽ ഏറ്റുവാങ്ങുന്നത്. അഡ്വക്കേറ്റ് ഷെവലിയാർ ജിബി പോളിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും മംഗളമായിട്ട് ഭംഗിയാകുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നതിനും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗുരുശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട കല്ലാപ്പാറ അച്ഛനെ ക്ഷണിക്കുന്നു. കോട്ടയം ജേർണലിസ്റ്റ് സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നെത്തിച്ചേർന്നിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയൊരു ടാസ്ക് ക്വസ്റ്റ് ഫോർ പീസ് എന്ന് പറയുന്ന സംസ്ഥാന വ്യാപകമായ സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ്. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ ഉള്ള തമ്മിത്തല്ല്, കയ്യേറ്റവും സംഘടനകളും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിതസ്ഥിതിയിൽ ഏതെങ്കിലും വിധത്തിൽ സമാധാനപരമായി സഹവർത്തിത്തോടെ വർത്തിക്കുന്നതിനുള്ള വഴികൾ ക്വസ്റ്റ് ഫോർ പീസ് എന്ന സംഘടന മുൻപോട്ട് വയ്ക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. ഇത് വലിയൊരു ടാസ്ക് ആണെന്ന് ഞങ്ങൾക്കറിയാം. പലരും ശ്രമിച്ച് പരാജയപ്പെട്ട വലിയ ഒരു സംഭവം അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വിജയിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് ഉള്ള പങ്ക് വിലപ്പെട്ടതാണ്.
1958 മുതൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വയസ്സനായ വൈദികനാണ് ഞാൻ. ഈ ഇരിക്കുന്നവരെല്ലാവരും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും ശിഷ്യരുമാണ്. ജയശങ്കർ ഉൾപ്പെടെ, ബഹുമാന്യനായ ജയശങ്കർ നിങ്ങൾക്ക് സുപരിചിതനാണ്. ഇന്ന് തിളങ്ങുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോൾ സ്വാഗതം പറഞ്ഞ CY വർഗീസ് നെടുമ്പാശ്ശേരി പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ വലിയ ഒരു സംഘത്തിന്റെ സഹോദരനായി പ്രവർത്തിക്കുന്ന ഞാന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോട്ടയത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കോട്ടയത്ത് വന്നാൽ നിങ്ങളുടെ സഹായം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. അത് തെളിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം കൊണ്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ സന്തോഷത്തോടെ, സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തലവനായിട്ടുള്ള ആഗമാന സുറിയാനി സഭയുടെ തലവനായ പാത്രിയർക്കീസ്, ഇപ്പോഴത്തെ പാത്രിയർക്കീസ് അപ്രയം രണ്ടാമൻ തലവനായി 2 സഭകളായി പിരിഞ്ഞ് സഹവർത്തിത്വത്തോടെ പിരിയുക, സന്തോഷത്തോടെ വർത്തിക്കുക, തർക്കങ്ങളില്ല, കയ്യേറ്റങ്ങളില്ല, വ്യവഹാരങ്ങളില്ല. ഇത് വലിയ ഒരു ജനമുന്നേറ്റമായി ഞങ്ങൾ കരുതുകയാണ്. ക്വസ്റ്റ് ഫോർ പീസ് സംസ്ഥാന വ്യാപകമായി തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ആളുകളും നേതാക്കന്മാരും മെത്രാപ്പോലിത്തന്മാരുമായി ഇരു സഭകളിലെയും വ്യക്തികളുമായി സമ്പർക്കം പുലർത്തി. ഇരു സഭകളിലെയും എന്ന് ഞാൻ പറഞ്ഞത് യാക്കോബായ സഭയിലെ വ്യക്തികളും ഓർത്തഡോക്സ് സഭയിലെ വ്യക്തികളും ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തും വളരെയധികം സമയമെടുത്തും ഏതാണ്ട് 8 മാസക്കാലം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ആ 8 മാസം പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ആണ് വാസ്തവത്തിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭയെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വലിയ ഒരു സമൂഹമാണ്. ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത് മീഡിയയാണ്. ആ മീഡിയ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളെ കാണുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സമാധാനത്തിനുള്ള വഴികൾ കാണിക്കുന്ന പുസ്തകമാണ് ഇത്. ഈ പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനവും ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജയശങ്കർ, ഞാനും നേതൃത്വം കൊടുത്ത വലിയ ഒരു സമിതിയാണ്. ഇതിൽ ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ജയശങ്കറിനെ പോലെയുള്ളത് ഇവിടെ സന്ദീപ് എന്ന് പറയുന്ന വലിയൊരു മീഡിയ പ്രവർത്തകനുണ്ട്. സന്ദീപ് ഒന്നും ഇങ്ങോട്ട് വന്നാൽ തിരക്കേട്. സന്ദീപിന്റെയും ലേഖനങ്ങൾ ഇതിനകത്തുണ്ട്. കുമളി സ്വദേശിയാണ് സന്ദീപ്. ആ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സഭയിലെ നേതാക്കന്മാരും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളിൽ നിങ്ങൾ ഗവൺമെന്റുമായിട്ടോ ഗവൺമെന്റിനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നാലേ കാര്യം നടക്കൂ. ഇരു സഭകളിലെയും കാതോലിക്ക ബാബാമാരെ സ്വാധീനിച്ച് നിങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിച്ചും കൊണ്ടുവന്നാലേ കാര്യം നടക്കൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ശിഷ്യനുമായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ക്ഷണിക്കുന്നു. അതിനു മുൻപ് ഒരു കാര്യമുണ്ട്. ഇത് ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങ് ഫാദർ വർഗീസ് കല്ലാപ്പാറയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
സന്ദീപ് ഇപ്പോൾ എത്രയും ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം മതസൗഹാർദ്ദത്തിന്റെ സാഹിത്യങ്ങൾക്ക് പേര് കേട്ട ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. പക്ഷേ നിർഭാഗ്യകരമായ സംഭവങ്ങൾ എല്ലാ സമൂഹങ്ങളിലുമുണ്ട്, എല്ലാ സമുദായങ്ങളിലുമുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 100 വർഷത്തിലധികമായ ഒരു ഭിന്നതയാണ്. ഇന്നിപ്പോൾ തുടങ്ങിയിട്ട് 100 വർഷത്തിലധികമായി. 1912 ഇത് ഔപചാരികമായി എന്ന് പറയാവുന്ന രീതിയിൽ വേർപിരിഞ്ഞു. അതിനുശേഷം പലതവണ സമാധാന ശ്രമങ്ങളുണ്ടായി. അത് ചില സന്ദർഭങ്ങളിലൊക്കെ വിജയിച്ചു. പക്ഷേ വിജയിച്ചതിനേക്കാൾ പെട്ടെന്ന് അത് വീണ്ടും ഭിന്നിക്കുകയും അത് സിവിലായിട്ടും ക്രിമിനലായിട്ടും വിവിധ വ്യവഹാരങ്ങളിൽ പല കോടതികളിൽ കയറിയിറങ്ങി. വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലും പോയി. സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിട്ട് സുമാർ 20 വർഷമായി. ഇപ്പോഴും സഭയിൽ സമാധാനമായിട്ടില്ല. കോടതി വിധി പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, പ്രായോഗികമായി വിട്ടുവീഴ്ചകൾക്ക് 2 ഭാഗക്കാരും തയ്യാറാകണം എന്ന് ആഗ്രഹിക്കുന്നവരും. അത് ജയിച്ചവരുടെ ഭാഗത്തുമുണ്ട്, തോറ്റവരുടെ ഭാഗത്തുമുണ്ട്. ഈ സമുദായ കേസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏതാണ്ട് വിവാഹമോചന കേസ് പോലെയാണ്. അതിൽ ജയവും തോൽവിയും തോൽവിയും മാത്രമേ ഉള്ളൂ. 2 ഭാഗത്തും തോൽക്കുകയാണ്. അങ്ങനെ ജയിക്കുന്നവർ വിചാരിക്കും ഞാൻ ജയിച്ചു, പക്ഷെ അല്ല, ജയിച്ച ആൾ തോറ്റു, തോറ്റ ആൾ തോറ്റു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. ഇപ്പോൾ ആ നിർഭാഗ്യകരമായ അവസ്ഥ നിലനിൽക്കുന്നു. അത് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കേസായിരുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി അവിടെ കൊണ്ട് വിജയിപ്പിക്കുക. വിധി നടത്താൻ വേണ്ടി ഹർജി കൊടുത്തിരിക്കുകയാണ്. ആ വിധി നടന്ന് ഹർജി ഇനി എത്ര നൂറ്റാണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു സിവിൽ കേസിലെ വിധി നടപ്പാക്കിയെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുപോലെ സങ്കീർണമായ വസ്തുതകൾ നിലനിൽക്കുന്ന ഒരു സംവിധാനം. എത്രയോ കൊല്ലങ്ങൾക്ക്, എത്രയോ തലമുറകൾ കേസ് നടത്തും. ഇനിയും എത്രയോ തലമുറകൾ കേസ് നടത്താൻ പോകും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം, ഇത്രയും വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഒക്കെ ഉള്ള ഒരു സമുദായം, ഇത്തരം സഭക്കാരങ്ങനെ അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു നല്ല ബുദ്ധിയും ബോധവും വിവേകവും ഉള്ള ഒരു സമുദായത്തിൽ ഇനിയും തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഭരണാധികാരികളുടെ ഭാഗത്ത് ഒരു മുൻകൈ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം, രാഷ്ട്രീയമായ ഇടപെടലിൽ നമ്മുടെ നാട്ടിൽ വലിയ പരിമിതികൾ. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള മുൻകൈ എടുത്ത 2 കൂട്ടരും അദ്ദേഹത്തെ കുറ്റം. കാരണം അദ്ദേഹം മറ്റേ സഭക്കാരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ. അദ്ദേഹം സ്വന്തം സഭയോട് കൂടുതൽ അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന അഭിപ്രായം എതിർഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തർക്കങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിഷ്പക്ഷവും അല്ലെങ്കിൽ കുറെ കൂടി സത്യസന്ധവുമായ ഒരു ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുകൂടി ഉണ്ടാകുകയാണെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ല. ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമൊന്നും പോയി ചർച്ച ചെയ്തോളൂ. അതിലും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും സത്യത്തിൽ ഈ അന്ത്യോക്യ സഭയും ദേവലോക സഭയും തമ്മിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സത്യത്തിൽ ഇല്ല, വിചാരിക്കുന്ന മാത്രമല്ല ശരിക്കും. ഇത് ദാർശനികമോ ദൈവശാസ്ത്രപരമോ ആയ കാരണമൊന്നും ഒരു ഭിന്നതയുമല്ല. മാർത്തോമ സഭക്കാർ എത്ര സമാധാനപരമായിട്ടാണ് പിരിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെയും മാർത്തോമ സഭയും മലങ്കര സഭയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. അവർ കേസ് അവസാനിച്ചപ്പോൾ അവർ ഭാഗം പിരിഞ്ഞു പോയി. അതുപോലെ സമാധാനപരമായി പിരിഞ്ഞു പോവുക, പരമാവധി സംഘർഷം ഒഴിവാക്കുക എന്നുള്ളത് ആർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിൽ ആകെ കൂടി സങ്കടം വരാവുന്ന ഒരു വിഭാഗക്കാരെന്ന് വെച്ചാൽ ഈ കേസ് നടത്തി സമ്പന്നരായ കുറെ അഭിഭാഷകർ മാത്രമായിരിക്കും ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഇത് പരിഹാസമായിട്ട് പറഞ്ഞല്ല, സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഈ കേസ് കൊണ്ട് സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ പാഴ്സികളും പരദേശ ബ്രാഹ്മണരും സമുദായ അംഗങ്ങളുമായിട്ടുള്ള കുറെ അഭിഭാഷകർക്കല്ലാതെ ഇതുകൊണ്ട് വേറെ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകുമ്പോഴെന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിനും സർക്കാരിന് തന്നെയും അതുകൊണ്ട് ലാഭമല്ലാതെ ഒരിക്കലും നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം പറയും. സർക്കാരിന്റെ തലവേദന ഇപ്പോൾ എൻ്റെ നാട് ആലുവയാണ്. ആലുവയിലെ തൃക്കുന്നത്ത് സെമിനാരി, അവിടെ നിന്നാണ് രണ്ടാമത് ഈ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയത്. 1971-72 അത് 77 പിന്നീട് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 72 മുതൽക്ക് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. തൃക്കുന്നത്ത് പള്ളിയുമായിട്ട് സെമിനാരി അത് എത്രയോ കൊല്ലങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്നത്. 77 മുതൽക്ക് 78 ആദ്യം മുതൽക്ക് പൂട്ടിക്കിടക്കുന്നത്. നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശർമ്മ മന്ത്രിയുമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക മുൻകൈയിലാണ് എത്രയോ കൊല്ലത്തിന് ശേഷം ഈ പള്ളി തുറന്ന് 2 ഭാഗക്കാർക്കും ആരാധന 800 പോലീസുകാരെയാണ് സമാധാന പരിപാലനത്തിന് വേണ്ടി മാത്രം അവിടെ.
നിർണയിച്ചത് 8 ലക്ഷം രൂപയാണ് അതിന് വേണ്ട ബാധ്യത. ഞാൻ പറഞ്ഞത് ചെറിയ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള സംഘർഷം പോലീസുകാരുണ്ടെങ്കിലേ പ്രശ്നം നടക്കുള്ളൂ. അല്ല അത് സമാധാനപരമായിട്ട് ആരാധന നടക്കുമായിരുന്നുള്ളൂ. അതിൽ നമ്മൾ പോലീസിനെയോ അല്ലെങ്കിൽ അന്ന് SP ആയിരുന്ന സന്ധ്യ ഒന്നും കുറ്റപ്പെടുത്തത്. അത്രയും സംഘർഷപൂരിതമാണ് സന്ദർഭം. മാത്രമല്ല ഈ ചെറിയ ഇവിടെ കത്തോലിക്ക സഭയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാഭ്യാസപരമായിട്ട് മറ്റു രീതിയിലുള്ളൊരു പുരോഗതി അതിന്റെ ഐക്യത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇവിടെ അനൈക്യത്തിൽ നിന്ന് ഈ സഭയ്ക്കുണ്ട്. ഞാനിപ്പോൾ ഒരു സമുദായത്തിന് പുറത്ത് നിന്ന ആളുകളൊക്കെ അങ്ങനെ വിമർശിക്കുന്നതിനൊരു പരിധി ഉണ്ട്. എങ്കിൽ പോലും എന്തുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഈ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു? പലപ്പോഴും നമുക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് കാരണം ഈ അനൈക്യമാണ്. സൃഷ്ടിപരമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കേണ്ടുന്ന ഊർജവും സമയവും പണവും മനുഷ്യ അധ്വാനവും വ്യവഹാരത്തിനും അല്ലെങ്കിൽ സംഘർഷത്തിനും വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടാണ്. അത് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഒരു തുടക്കമാണ്. ഇനിയിപ്പോൾ സഭകൾ യോജിച്ചു പോകുക എന്നുള്ളത് മിക്കവാറും അപ്രായോഗികമാണ് എന്നത് ഇതുവരെയുള്ള ചരിത്രം 100 കൊല്ലത്തെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി സമാധാനപരമായി പിരിഞ്ഞു പോകുക, പരമാവധി സംഘർഷം ലഘൂകരിക്കുക, പ്രായോഗികമായ ഒരു പരിഹാരത്തിന് ഉണ്ടാക്കുക. നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കോടതി കേസുകൾ കൊണ്ട് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കോടതിന് മുമ്പിൽ വരുന്ന കാര്യം മാത്രമേ കോടതിക്ക് പരിഗണിക്കാനും വിധി കൽപ്പിക്കാനും കഴിയും. കോടതി കേസിന് പുറത്ത് ഒരു പരിഹാരം ഉണ്ടാകണം. പ്രായോഗികം ഒരു അനുരഞ്ജനത്തിന്റെ പാത പിന്തുടരുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. യശശരീരനായ KM മാത്യുവിന്റെ ആത്മകഥ നിങ്ങൾ പലരും വായിച്ചു കാണും. അദ്ദേഹം വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ കേസ് നടത്തിപ്പിൽ ഒരു വിഭാഗത്തിന് വേണ്ടി വളരെ ശക്തമായി നിലനിന്ന ആളാണ്, ഇത്തരം കൊണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഹൈക്കോടതിയിൽ ഫാലിയസ് നരിമാൻ വന്ന് വാദിച്ചത്. കേസ് കഴിയുന്ന സമയത്ത് അദ്ദേഹം തന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഏതായാലും കേസ് നമ്മൾ ജയിച്ചു, ഇനി മഹാമനസ്കര കാണിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിന് അപ്പോൾ അദ്ദേഹം പിന്നെ ദുഃഖത്തോടെ പറയുന്നത് പക്ഷെ ഒരു വിഭാഗക്കാർക്ക് അത് തീരെയും ബോധ്യമായില്ല. അതുകൊണ്ടാണ് പിന്നെയും വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ വ്യവഹാരങ്ങൾക്ക് ഒരു അറുതി വരുത്തുക, ഇതിനൊരു സമാധാനപരമായ സമാധാനപരമായ സമാപനം കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അഭിമന്യ ഗുരുനാഥൻ ഫാദർ വർഗീസ് കല്ലാപ്പാറ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഇറങ്ങി പുറപ്പെട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം പരിശ്രമങ്ങൾ നടത്തി. അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ദൗത്യത്തിൽ ഇത് വലിയ ഒരു ദൗത്യമാണ്, ചെറിയ കാര്യം. വലിയൊരു ദൗത്യത്തിന്റെ വളരെ എളിയ ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരുടെയും സഹായവും സഹകരണവും മാധ്യമങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിക്കും. ഇതുമായ സഭയിലെ സമാധാനമാണ് ഒത്തിരി ആളുകളിൽ നിന്ന് ഈ സമാധാന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജയശങ്കറുടെ പറഞ്ഞതുപോലെ ഈ സഭ രണ്ടായി സമാധാനപരമായി തിരിഞ്ഞ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ തലവനായ ആത്മീയ നേതൃത്വത്തിൽ ഇത് മുമ്പോട്ട് പോകുവാനും നാളിതുവരെയുള്ള കേസുകളെല്ലാം പിൻവലിച്ച് സമാധാനപരമായ ഒരു ആത്മീയ അന്തരീക്ഷം പടുത്തുയർത്തി കൂട്ടിക്കിടക്കുന്ന ദേവാലയങ്ങൾ തുറന്നു ആരാധനയ്ക്കായി കൊടുക്കുക എന്നുള്ളതായ വലിയൊരു സന്ദേശം ഈ പുസ്തകത്തിലൂടെ സമൂഹത്തിന് കാഴ്ചവെക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ ഈ പുസ്തകരചനയിലൂടെ ഉടനീളം നമുക്കുണ്ടാകുവാനായിട്ട് സാധിക്കും. അത് ഉണ്ടാകുമെന്നുള്ളതായ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ദൈവം അതിന് വഴിയൊരുക്കട്ടെ, ഇതൊരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയും. ഇത്രയും ബഹുമാന്യനായ വോൾസൺ പറഞ്ഞു. എൻ്റെ ഗുരുശ്രേഷ്ഠനായ ഫാദർ വർഗീസ് കല്ലാപ്പാറ അച്ഛൻ, അഡ്വക്കേറ്റ് ജയശങ്കറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പോന്നപ്പോൾ ഈ സഭാചരിത്രം ഇത്ര ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തി മലങ്കര സഭയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അത്ര ആഴത്തിൽ പഠിച്ച് എല്ലാ എൻ്റെ ഉൾപിരിവുകളും ഈ സഭയിൽ ഉണ്ടായിരുന്ന തുറക്കുന്നതും എന്താണ് വിശദമായി സംസാരിക്കുകയുണ്ടായി. അപ്പൊ
ഇനി ഈ അച്ഛനോട് ഇതിനൊരു ലേഖനം എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന്റെ ആ ആശയത്തോട് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ യോജിച്ചു വരില്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് എന്റെ ആശയം ഞാൻ കൊടുത്തിട്ടുണ്ട്. 70കളിൽ ഈ പിരിവ് ഭിന്നിപ്പ് തുടങ്ങി കേസ് പറഞ്ഞ് 95-ൽ സുപ്രീം കോടതി ഒരു വിധി പറയുകയുണ്ടായി. അപ്പൊ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു യോജിപ്പ് വേണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സഭയിൽ ഭിന്നത ഒരിക്കലും അഭികാമ്യമല്ല, വിഘടിച്ചിരിക്കുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല, സമൂഹത്തിനും ദോഷമാണ്. ഇവിടെ എല്ലാവരും ചേർക്കുകയുണ്ടായി. അപ്പൊ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റി അത് ചർച്ച ചെയ്ത് ഇനി അതിന് വേണമെങ്കിൽ സുപ്രീം കോടതി വിധി എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ പറ്റി ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ പോലുള്ള സംഘടനകളുണ്ട്. ഈ വക അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സുപ്രീം കോടതി വിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി അവരുടെയൊക്കെ ഉപദേശങ്ങളും അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ സംഭവം ഒരിക്കലും ഒരു സംഘർഷത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാതെ എങ്ങനെ ഒത്തുതീർപ്പിലെത്തിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ലേഖനത്തിന് അതിനെപ്പറ്റി വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും എന്നെ ഈ ക്ഷണിച്ച അച്ഛനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ക്വസ്റ്റ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് ഈ സർവേ നടത്തുന്നതിന് നേതൃത്വം കൊടുത്തത്. ഇതിന് ഈ 25 പേര് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ്. തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ആളുകൾ സഭയിലെ അംഗങ്ങളുണ്ട്, ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളുണ്ട്, ഹിന്ദുക്കളായ അംഗങ്ങളുണ്ട്. ആ ഹിന്ദുക്കളായ അംഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, സന്ദീപ് വെള്ളാരംകുന്ന് ഇവിടെയുണ്ട്, അദ്ദേഹമാണ് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഈ സമിതിയിലെ അംഗമാണ്. ഈ സമിതി വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളെ ഫോണിൽ കൂടി നേരിട്ട് കണ്ട് സംസാരിച്ച് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ യോജിക്കുന്നതിന് അസാധ്യമായാൽ, കാരണം പാരമ്പര്യം അതാണ് പറയുന്നത്, യോജിക്കുന്നത് സാധ്യമാവില്ല എന്ന് കണ്ടതുകൊണ്ട് ഇരു സഭകളായി പിരിയുക. രണ്ട് സഭകളുടെയും ഭരണഘടനയിൽ ഒരു വ്യക്തമായ ഒരു കാര്യം പറയുന്നു. രണ്ട് സഭകൾക്കും ഭരണഘടനയുണ്ട്. ഈ രണ്ട് സഭകളുടെയും ആദ്യത്തെ ക്ലോസ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ആകുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ 1934 ഭരണഘടനയിലെ ആദ്യ വാചകം. ആ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് അവർക്ക് പാത്രിയർക്കീസിനെ അംഗീകരിച്ച് സഹവർത്തിത്വത്തോടെ സമാധാനത്തോടെ യാക്കോബായ സഭയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. 2002 യാക്കോബായ സഭയുടെ ഭരണഘടനയിൽ ആത്മീയ തലവൻ സ്പിരിച്വൽ പവേഴ്സ് മുഴുവനും പാത്രിയർക്കീസിനാണ്. ആ പാത്രിയർക്കീസ് യാക്കോബായ സഭയുടെ തലവനാണ്. ആ ഭരണഘടന അനുസരിച്ച് യാക്കോബായ സഭ പാത്രിയർക്കീസിനെ അംഗീകരിക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക, കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ സ്ഥിരീകരിച്ച്
ഒരു ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തുന്നതിന് പോസ്റ്റ് ഫോർ പീസ് സംഘടന തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തില് ഇരു വിഭാഗത്തിലെയും ആളുകളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അവസാനത്തെ ഭാഗം പോസ്റ്റ് ഫോർ പീസ് ഒരു സർവേ നടത്തി. ആ സർവേ നടത്തിയതില് ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാനത്തെ പേജിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾക്ക് പുസ്തകം ഇപ്പോൾ എടുത്ത് തരും. ആ പുസ്തകങ്ങൾ വിതരണം ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. 205 206 പേജില് കഴിഞ്ഞ തവണ പത്രികകളെ കുറച്ച് മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുകയുണ്ടായി, യാക്കോബ സഭയുടെ ഭാഗത്തു നിന്നോ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കുകയും അങ്ങനെ അതിലൂടെ ഒരു അനുരഞ്ജന ചർച്ച എന്ന നിലയിൽ പ്രാഥമികമായ തുടക്കമിടുകയും ചെയ്യുമോ എന്ന് രണ്ട് വിഭാഗങ്ങളോട് മാധ്യമപ്രവർത്തകർ തിരക്കിയിരുന്നു. അതിൽ നിന്ന് അനുകൂലമായ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. ഏറ്റവും അനുയോജ്യമായ ഒരു സമയമല്ലായിരുന്നു അത്. അതാണ് സങ്കടകരമായ അവസ്ഥ. ഞാനിപ്പോൾ നിങ്ങളെയും അറിയിക്കുന്നു. സാധിച്ചില്ല. പാത്രികീസ് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം സമാധാനം നടക്കണമെന്നില്ലല്ലോ. ഇരു സഭകളിലെയും പരിശുദ്ധ കാതോലിക്ക ബാവായും ശ്രേഷ്ഠ കാതോലിക്ക ബാവായും മനസ്സ് തുറന്നാലേ ഈ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പാത്രികീസ് ബാവ ആഗ്രഹിച്ചവരുടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപനം നടത്തി. കോട്ടയത്ത് വെച്ച് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം ഇവിടെ വഹിക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത്. ഇത് പല ക്രൈസ്തവ സഭകൾ നേരിട്ട് മുൻകൈയെടുത്ത് സഭാ സമാധാനത്തിന് ശ്രമം നടത്തി. അതുപോലെ തന്നെ പല സംഘടനകൾ രംഗത്ത് വന്നു. എന്നിട്ട് കർദിനാൾമാർ വരെ, കത്തോലിക്ക സഭയിലെ കർദിനാൾമാർ വരെ, വിദേഹ പിതാവ് വരെ ഇതിനുവേണ്ടി രംഗത്ത് വന്നത്. പക്ഷെ അന്നൊന്നും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്നൊരു സംഘടന ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള സമാധാനം നടക്കില്ല. ഇത് ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. മറ്റുള്ളവർ ശ്രമിച്ചു നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിന്നോട്ട് പോകരുത് എന്നാണ് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത്. ഞങ്ങൾ അപേക്ഷിക്കുന്നത് രണ്ട് സഭകൾ തമ്മിലുള്ള, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചയല്ല, രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ചർച്ച. അത് എങ്ങനെ ഫലവത്താവും? അത് വലിയ ഒരു ടാസ്കാണ്. ആ ടാസ്ക് ഞങ്ങൾ ഏറ്റെടുത്താൽ നടക്കാവില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിന് നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. സത്യത്തിൽ ഈ രണ്ട് സഭകളുടെ വിശ്വാസം ഒന്ന് തന്നെയാണ്, രണ്ടും ഒരേ വിശ്വാസം. പിന്നെ പ്രധാനത്വം കൊടുത്തിരിക്കുന്നത് അന്ത്യോക്യ പാത്രികീസിനും അല്ലെങ്കിൽ ദേവലോകം മെത്രാപ്പൊലീത്തയ്ക്കുമാണ്. അതല്ലാതെ കാതോലിക്ക ബാവയ്ക്കുമാണ്. അതല്ലാതെ സത്യത്തിൽ ഇതിന്റെ പുറകിലുള്ള ഇത് സത്തല്ല, സാമ്പത്തികം. അത് ജനം പറയുന്ന ഒരു വസ്തുതയാണ്. നിങ്ങൾ പറയുന്നത് മാത്രമല്ല, ജനം പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ അത് സഭയുടെ നേതൃത്വങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് പ്രചരണം നടത്തിയാൽ ആ സത്യം മനസ്സിലാക്കും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കാവുന്നത് ചെയ്യാൻ നിങ്ങൾ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അതേപോലെ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ജയശങ്കർ പറഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചോദിച്ച പോലെ സ്വത്തിനും പദവിക്കും വേണ്ടിയുള്ള തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഉണ്ടായാലും ആലോചന മനസ്സിലാകും. കേരള കോൺഗ്രസ് വളരെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. ഞാൻ അതിലേക്ക് പോകുന്നു. ആദർശമൊന്നല്ലേ നമ്മൾ CPIയുടെ ആദർശങ്ങൾ തമ്മിലത്തെ വ്യത്യാസം. 1964 ഏതെങ്കിലും സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. നമ്മൾ 2014 പുറകിലേക്ക് നോക്കുമ്പോൾ 64 തുടരാൻ പല കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ രണ്ട് സഭകളായിട്ട് പിരിഞ്ഞു പോകുന്നത് കൊണ്ട് വല്ല നഷ്ടം സംഭവിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും സ്വത്തിന് വല്ല കുറവ് സംഭവിക്കും, പദവിക്ക് കുറവ് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇനി രണ്ടായിട്ട് ഒരുമിച്ച് ചേരുന്നതിന് പല പ്രശ്നങ്ങളുണ്ട്. രണ്ടായിട്ട് തുടരുന്നത് ഇപ്പൊ തന്നെ സഭ ഇപ്പോൾ തന്നെ രണ്ടാണെന്നുള്ള ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ സിദ്ധാന്തപരമായിട്ടോ ദാർശനികമായിട്ടോ ദൈവശാസ്ത്രപരമായിട്ടോ വ്യത്യാസമില്ല. ചെറിയ വ്യത്യാസവും പോലും ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നീട് ഞാനിപ്പോ അതിലേക്ക് പോകത്തില്ല. ചെറിയ വ്യത്യാസമുണ്ട്, വളരെ ചെറിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഒരു വിദേശിയായ പാത്രികീസിന്റെ മേൽക്കോയ്മ അപ്രമാദിത്വമില്ല. അപ്രമാദിത്വം മാർപ്പാപ്പയ്ക്കുള്ള സാധനം. മേൽക്കോയ്മ അംഗീകരിക്കുന്നത് ഇവിടെയുള്ള ദേവലോകം മെത്രാപ്പൊലീത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർക്കും പറയും. ആയിക്കോട്ടെ. അതൊഴിച്ചാൽ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിന് വ്യത്യാസമില്ല, ആരാധനാക്രമത്തിന് വ്യത്യാസമില്ല.
അനുഷ്ഠാനത്തിന് വ്യത്യാസമില്ല. രണ്ട് സഭകൾ തമ്മിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ തന്നെ വിവാഹ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു തടസ്സം ആരും പറയുന്നില്ല, തടസ്സം ഇല്ല, സത്യത്തിലില്ല. ഈ രണ്ട് സഭക്കാർ തമ്മിൽ വേറെ ഒരു കാര്യത്തിലും വ്യത്യാസമില്ല. അല്ല, അതിനകത്ത് വേറെ പള്ളി പോലും ഒന്നാണ്. ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ, ഊഴം വെച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല കേസുകൾ നടക്കുന്നത്. പക്ഷേ ഇത് സമാധാനപരമായിട്ട് പിരിയുക, ഏറ്റവും കുറഞ്ഞ മനുഷ്യാധ്വാനം പണവും ചെലവഴിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി വിനയത്തിൽ പിതാവ് ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നത് സത്യം. പക്ഷെ ആ ഒരു അഭിപ്രായം സഭയ്ക്ക് അകത്ത് തന്നെയാണ് ഉയർന്നത്. NSS ജനറൽ സെക്രട്ടറി, SNDP യോഗ ജനറൽ സെക്രട്ടറി വിചാരിച്ച തീർക്കാവുന്ന കാര്യമല്ല. സഭയ്ക്കകത്ത് ജനങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ രണ്ട് സഭകൾ തമ്മിലുള്ള തർക്കം കൽപ്പാത്ത കാലം വരെ തുടർന്നുകൊണ്ട് പോകണം എന്ന് വിചാരിക്കുന്നവർ ആരും ഉണ്ടാവും? ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ വക്കീലന്മാരും കേസ് നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സംഘക്കാർ ഒഴിച്ച് സഭയുടെ ലിറ്റിഗേഷൻ കമ്മിറ്റി ഉണ്ട്. അവർക്ക് താല്പര്യമുണ്ടാവും. കാരണം തുടർന്നുകൊണ്ടുള്ള അവരുടെ ആവശ്യം വേറെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ 2015 മണി അല്ലെങ്കിൽ 2016 നമ്മൾ ചേരാൻ പോകും. ഈ സന്ദർഭത്തിൽ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കും? അങ്ങനെ ആഗ്രഹിക്കുന്നത് വല്ല അർത്ഥവും? ഇങ്ങനെ ഇത്രയും കേസ് ഒരു നൂറ്റാണ്ടായിട്ട് കേസ് നടത്തുന്ന സഭയെ കുറിച്ച് പൊതുവെ സഭയിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന ഒരു വിശ്വാസരാഹിത്യത്തിലേക്ക്, പുറമെ നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പുച്ഛം പരിഹാസത്തിലേക്ക് മറ്റേ കേസ് എന്താ അങ്ങോട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞ മർത്തോമക്കാരുടെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ നിൽക്കുക. അവരും കേസ് നടത്തിയ ആൾക്കാരാണ്. എന്റെ ഔദ്യോഗികൾ പറഞ്ഞിട്ട് മർത്തോമക്കാരും കേസ് നടത്തിയത്. കേസ് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗം തിരിഞ്ഞ് അവിടേക്ക് പോയി. ഇന്നേ ദിവസം വരെ മലങ്കര സഭയിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗവുമായിട്ട് മർത്തോമ സഭയ്ക്ക് ഒരു അഭിപ്രായ ദിവസമില്ല. വളരെ സ്നേഹമായിട്ട് ആ യാക്കോബായക്കാരെ കാണിച്ചിരുന്നു. അതെ, ഏതാ പറയുന്നു ഞാൻ പറഞ്ഞത്. ഒരു പ്രശ്നമില്ലല്ലോ. അവര് സമാധാനപരമായി പിരിഞ്ഞുപോയി. പിരിഞ്ഞു പോകുന്നവർ പോകട്ടെ. ഇപ്പൊ പിരിഞ്ഞു കഴിഞ്ഞു. ഒരു നൂറ്റാണ്ടായിട്ട് കേസ് നടത്തത്. ഒരു നൂറ്റാണ്ടിലെ കേസ് നടത്താൻ തുടങ്ങിയത് അതിന് മുമ്പാണ്. 1.5 നൂറ്റാണ്ടായിട്ട് കേസ് നടത്തത്. ഇനിയും കേസ് തുടർന്ന് നടത്തുന്നു. ആദ്യം സിവിൽ കേസാണെങ്കിൽ ഇപ്പൊ ക്രിമിനൽ കേസാണ്. കൊലക്കേസ് വരെ ഉണ്ടല്ലോ. കൊലക്കേസ് വരെ ഉണ്ട്. അപ്പോ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോന്നാണ്. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഇരു ഭാഗത്തും ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോ പിരിയാൻ ബാക്കിയൊന്നുമില്ല. നിസ്സാരമായി ചില പള്ളികളെ സംബന്ധിച്ച് തർക്കമേ ഉള്ളൂ. അപ്പൊ സ്വത്തിനെ സംബന്ധിച്ചോ പദവിയെ സംബന്ധിച്ചോളം തർക്കങ്ങൾ പോലും ഇനി പ്രസക്തമല്ല. ആ സ്റ്റേജിൽ എത്തിക്കുന്നു. അവിടെ ഞാൻ കെ ബാറ്റി പറഞ്ഞ കാര്യമുണ്ട്. കേസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ടല്ലോ, DC ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിലും അദ്ദേഹം ഈ സഭയെ കുറിച്ച് പുസ്തകത്തിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത്. സഭാ തർക്കത്തിൽ അദ്ദേഹം പറയുമ്പോൾ നരിമാനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിട്ടാണ് നരിമാൻ പറഞ്ഞത്. കേസിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ മഹാമനസ്കരാണ്. പക്ഷേ നിർഭാഗ്യം പിന്നെ പുള്ളി പറഞ്ഞ ദുഃഖത്തോട്ടാണ് ബാക്കി ഭാഗത്ത് പറയുന്നത് എന്താണ് ഇത്. പക്ഷേ എന്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് ഒട്ടും ബോധ്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ അവസാന സമയത്ത് ഇവർക്ക് അനഭിമതനായിട്ട് മാറിച്ചു. ഇതിനകത്ത് വേറെ വിഷയമുണ്ട്. 2005, 2007 ഒരു സഭ 5.5 കോടിയും പിരിച്ചു, മറ്റൊരു സഭ 1.5 കോടിയും പിരിച്ച കേസ് നടന്നു. ഈ കേസ് ഈ സാമ്പത്തിക സോഴ്സ് കിട്ടിയ പള്ളികളിൽ നിന്നാണ്. ചെലവഴിച്ചതിനെ പറ്റി ഇരു സഭകളും പറയുന്നില്ല. അത് എങ്ങനെ ചെലവഴിച്ചതും പറയുന്നു. ഇങ്ങനത്തെ ഉള്ള സാമ്പത്തിക ഗുണകരമല്ല ഈ നേതൃത്വം. ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് വക്കീൽമാർക്ക്. പക്ഷെ വക്കീൽമാർ മിക്കവരും മറ്റു സമുദായക്കാരാണ്. ഓർത്തഡോക്സ് ഭാഗയുടെ പ്രധാനപ്പെട്ട വക്കീൽ ശ്രീകുമാർ. അതുപോലെ ഏത് കാലത്തും യാക്കോബായ സഭയുടെ വക്കീൽമാരൊക്കെ പുറമെ നിന്നവരും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോയിന്റ് വഴികൾ കൊണ്ടുവന്നിട്ടുണ്ട്. CP രാമസ്വാമിയെ ആദ്യം തിരുവിതാംകൂറിൽ വന്ന് സഭയുടെ കേസ് നടത്തി. CP രാമസ്വാമിയെ ആദ്യം കൊണ്ടുവന്ന് ഇവിടെ ആദ്യം വന്നത് സഭയുടെ കേസാണ് നടന്നത്. CPയുടെ കാലത്തിന് മുമ്പുണ്ട് കേസ് ഇന്നൊന്നല്ല തുടങ്ങിയത്. പിന്നെ അതിനൊരു ഉത്സാഹ കമ്മിറ്റി ഉണ്ടാവും, കേസ് നടത്തിപ്പിലുള്ള ലിറ്റിഗേഷൻ കമ്മിറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ പൈസയുടെ പ്രധാനപ്പെട്ട കൈകാര്യകർത്താക്കൾ. ജസ്റ്റിസ് KT തോമസ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയും. ഈ 95-ൽ കേസ് വിധിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് സഹായി അദ്ദേഹം ഈ കേസ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് തോമസിനോട് പറഞ്ഞു, ഇത് സംശയം അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം വളരെ സരസമായിട്ട് പറയും. KT തോമസ് സാറിനോട് ചോദിച്ചു. അദ്ദേഹം ചോദിക്കാൻ അദ്ദേഹം ഒരു തമാശ പറയാം. ഒരു തമാശയല്ല, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം. ജസ്റ്റിസ് തോമസ്, നിങ്ങളുടെ പള്ളിക്കാരന്റെ കേസ് ചെയ്യാൻ അറിയാം. അദ്ദേഹം ഈ സമുദായക്കാരനല്ല, ജസ്റ്റിസ് സഹായിക്കാറില്ല. നിങ്ങളുടെ പള്ളി കേസ് കേട്ടപ്പോൾ അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ കേസിൽ ഒരു ഇഷ്യൂ ഇല്ലാത്തതാണ്. ഇഷ്യൂ കേസ് സിവിൽ കേസിൽ ഒരു ഇഷ്യൂ ഫ്രെയിം ചെയ്തിട്ടുള്ള കേസാണ്. ഇതിലൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അപ്പൊ തോമസ് സാർ തിരിച്ചുകൊണ്ട് ജസ്റ്റിസ് സഹായിയോട് പറഞ്ഞു, ഇതിലെ യഥാർത്ഥ ഇഷ്യൂ അതല്ല. ഈ കേസ് വിശ്വാസികൾ പണ്ടാരിക്കുന്ന പൈസ വൈദികന്മാർ പിരിക്കുന്ന പൈസ കൊണ്ട് നടത്തുന്നത്. അതാണ് ഈ കേസിൽ യഥാർത്ഥ ഇഷ്യൂ. ഇത് കാശെടുത്തിട്ട് കേസ് നടത്തുമ്പോൾ നമുക്കൊരു ഒരു വ്യാപനം ഉണ്ടാവുമല്ലോ. ഞാൻ വക്കീലിനെ എനിക്കറിയാം. കക്ഷികളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നടത്തുന്നതും പൊതു പണം കൊണ്ട് കേസ് നടത്തുന്നതും ചെറിയ വ്യത്യാസമുണ്ട്. നല്ലൊരു വ്യത്യാസം.
യഥാർത്ഥ ഇഷ്യൂ അത് തന്നെയാണ്. ജസ്റ്റിസ് തോമസ് കൃത്യമായിട്ട് പറഞ്ഞു, ഇത് വിശ്വാസികൾ ഭരണത്തിലെടുത്ത പൈസ കൊണ്ട് വൈദികന്മാർ ഇരിക്കുന്ന പൈസ കൊണ്ട് നടത്തുന്ന കേസാണ്. അതാണ് യഥാർത്ഥമായ ഇഷ്യൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഈ സഭാംഗങ്ങൾ ഇങ്ങനെ ഒരു വികാരമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ നേതൃത്വം ചെയ്യേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് താഴെ നിന്നുള്ള വിദ്യാർത്ഥികളായിട്ടല്ലേ സന്ദർഭങ്ങൾ അവിടെ ഉള്ള ആദ്യം അന്യത്തിന് ഉണ്ടാക്കിയെടുത്താലല്ലേ മുന്നോട്ട് വരുള്ളൂ. കാര്യം പാത്രയ്ക്ക് സ്വഭാവം ഇവിടെ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് കേട്ടാണ് വേദിയിൽ കയറി ഓർത്തഡോക്സ് സഭയ്ക്കെതിരെയും ഓർത്തഡോക്സ് സഭയുടെ മാമയ്ക്കെതിരെയും വളരെ പ്രകോപനമായ രീതിയിൽ മുദ്രാവാക്യം കേൾക്കാം. തിരിച്ച് അവരുടെ പരിപാടിക്ക് ചെന്നാൽ അവിടെ ഇത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നം ഈ ഭയവും സംശയവുമാണ്. ഈ സഭക്കാരൻ എന്റെ വിഴുകി കളയുമ്പോൾ സംശയമാണ്. മറിച്ച് മറ്റേ പോകും. ഞാനിത് രണ്ടിത് നടക്കുന്നത് കണ്ടുള്ള ആളാണ്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പഠിച്ച ഇദ്ദേഹം അധ്യാപകനായിട്ടുള്ള സ്കൂളിൽ ഉണ്ടാകുന്ന അത്രയും സംഘർഷം ഒരുപക്ഷെ കോട്ടയത്തുണ്ടാവില്ല. കാരണം ആ സ്കൂളിൽ ആ സ്ഥലത്ത് 90% ആളുകൾ അന്ത്യോക്യ വിശ്വാസികൾ നാട്ടില്, ബാക്കി 10% ഞങ്ങളെ ഹിന്ദുക്കൾ, വളരെ സൂക്ഷ്മമായി മുന്നോട്ട് മുസ്ലിങ്ങളാണ്. സ്കൂളിന്റെ മാനേജ്മെന്റ് മറ്റേ വിഭാഗിച്ചു. മാനേജ്മെന്റിൽ പിത്താക്കുന്ന ഒറ്റ അധ്യാപകരും ഒറ്റ വിദ്യാർത്ഥികളും സ്കൂളിലില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, അവിടുത്തെ ഒരു കോച്ചിന് ഇപ്പോഴല്ല 70-കളിലാണ് ഈ കേസ് തർക്കം. തൃപ്പൂന്നത്ത് പള്ളി, സെമിനാരി, ലാത്തി ചാർജ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്കൂളിൽ നടക്കുന്ന ഉള്ള ഒരു സംഘർഷം, മാനേജർക്കെതിരായിട്ടുള്ള വികാരം. ഹെഡ് മാസ്റ്റർ അച്ഛൻ അതിന്റെ നടുക്ക് പിടിച്ച് കണ്ട പാടില്ല. മനസ്സിലായി? അദ്ദേഹത്തിന്റെ സ്ഥിതി മാനേജറെ ഒരു ഭാഗത്ത് നിന്നു, നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും മറുഭാഗത്ത് നിന്നു. അതിന്റെ നടുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് വലിയ സംഘർഷം മൂലമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതേ പറഞ്ഞ ഒരു കാര്യം കൂട്ടിച്ചേർന്ന് പറയാം, ഞാനിത് വക്കീലിന്റെ നൽകി അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു. കടമറ്റം പള്ളി എല്ലാവർക്കും പറയുന്നത്, കടമറ്റത്ത് കത്തനാറിന്റെ പേരിൽ പ്രസിദ്ധമായ പള്ളി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വലിയ സംഘർഷം ഉണ്ടാകുകയും കൂട്ടി കഴിഞ്ഞപ്പോൾ പള്ളി കൂടുന്നത് വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പൊതുസമൂഹത്തെ ബാധിക്കുന്നത് പള്ളിയോട് ചേർന്നൊരു ITC നടത്തി. പള്ളി കൂട്ടിയപ്പോൾ പള്ളിക്കാരി പള്ളി കൂട്ടിയിട്ട് ITC 2 കൊല്ലത്തെ കോഴ്സാണ്. ഫസ്റ്റ് ഇയർ പൂർത്തിയാക്കിയ കുട്ടികളുണ്ട്, രണ്ടാമത്തെ കൊല്ലം പഠിക്കാൻ നമുക്ക് ITC ഇല്ല. മനസ്സിലായി? ഫസ്റ്റ് ഇയർ പൂർത്തിയായി കുട്ടികള് കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു. കേസ് തള്ളിപ്പോയി. കാരണം ITC കൺസ്യൂമർ അല്ല, വിദ്യാർത്ഥി എന്നുള്ള കാരണം, സാങ്കേതിക കാരണം പറഞ്ഞാൽ ITC അധ്യാപകരുണ്ട്. അവർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധ്യാപകരായിട്ട് പ്രിൻസിപ്പളായിട്ട് കൊടുക്കും. അവരൊക്കെ പൂട്ടിയെന്നും അതല്ല, ഗ്രാറ്റുവിറ്റി ഒരു കൊടുക്കും. ഗ്രാറ്റുവിറ്റി കിട്ടാൻ വേണ്ടി അധ്യാപകർ പ്രിൻസിപ്പൾ അടക്കം ഗ്രാറ്റുവിറ്റി അതോറിറ്റിയുടെ മുമ്പിൽ കേസ് കൊടുക്കും. എറണാകുളം അവനെ തമാശ. 2 ഭാഗക്കാരുടെ വക്കീൽമാരും ഒരേ ഓഫീസിൽ. പാപകക്ഷിയുടെ വക്കീൽ ഞാനാണ്, ഭരണകക്ഷിയുടെ വക്കീൽ എന്റെ ഓഫീസിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന വേറെ വക്കീൽ. 2 ഭാഗക്കാർ ഒരേ ബസ്സിലാണ് വരിക, വക്കീലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നിട്ട് ഒരാളെ ഏറ്റവും പിടിക്കുന്ന ഒരാൾ മറ്റേ മുമ്പിലിരിക്കും. 2 പേരും പക്ഷെ ഒരു കാര്യത്തിൽ ഏകാഭിപ്രായക്കാരെ കിട്ടും. പറയുമ്പോൾ പറയാൻ കിട്ടില്ല. അധ്യാപകർക്ക് ഗ്രാറ്റുവിറ്റി കൊണ്ടുപോകില്ല. ഈ എന്താ കാര്യം? നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡന്റിറ്റി കാണുമല്ലോ. ഈ സഭാ തർക്കത്തിന്റെ ആരംഭവും അവസാനവും ഏത് രീതിയിലാണ് ഒന്ന് ആലോചിച്ചോളൂ. ഇത് പറയുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിൽ ഇതിനകത്ത് എത്രയോ ആളുകളുടെ ജീവിതം ഏതൊക്കെ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ആലോചിച്ചോളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 800 പോലീസുകാരെ നിർത്തിയിട്ട് ഒരു പള്ളിയിൽ ആരാധന നടത്തുന്ന ആലോചിക്കും. അതിന്റെ അവസ്ഥ സമാധാനത്തിന്, സഹവർത്തിത്വത്തിന്, കൃത്യമായ സ്നേഹത്തിന് വേണ്ടിയാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോഴാണ് 800 പോലീസുകാർ. ബാക്കി എല്ലാ സ്റ്റേഷനിലും, എറണാകുളം ജില്ലയിൽ ഒരു സ്റ്റേഷനിലും പോലീസുകാരില്ല. എല്ലാവരും തൃപ്പൂന്നത്ത് പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ പോക്കറ്റടിക്കാർക്ക് പോക്കറ്റടിക്കാം, ഭവനഭേദനം നടത്തുന്നവർക്ക് അത് നടത്താം, മോഷണം നടത്തുന്നവർക്ക് നടത്താം. കാരണം പോലീസുകാരില്ല ഒരു സ്റ്റേഷനിൽ. പാറാവുകാരുണ്ടാവില്ല. 800 പോലീസുകാർ സമാധാനത്തിന് ഞാൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? സർക്കാരിനെ ഇന്നൊന്നും സമീപിച്ചതല്ല. ഏത് ഗവൺമെന്റ് വന്നാലും സഭകൾ രണ്ടും സമീപിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇത് ഒരേ വിശ്വാസം, ഒരേ ആരാധന, ഒരേ രക്തം എന്നുള്ള പറഞ്ഞാൽ ആദ്യം ഉള്ള സഭകളാണ് രണ്ടും അതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു ഇതിനകത്ത് ഇഷ്യൂ ഇല്ലെന്ന് പറഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് ശരിയാണ്. വെറും ദുർവാശി, പരസ്പര വിശ്വാസമില്ലായ്മ മാത്രമാണെന്ന് 2 വിഭാഗത്തെ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ളത് ഞാൻ പറയുന്നത്. എന്റെ നിരീക്ഷണത്തിൽ മിസ്റ്റർ പോൾസൺ ഇതിനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ചർച്ച് യൂണിറ്റി ഈസ് എ നീഡ് ഓഫ്
അതൊന്നും എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്. അതായത് എത്യോപ്യൻ കോപ്റ്റിക് സഭകൾ എറിട്രിയൻ കോപ്റ്റിക് സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ സമാനമായ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരത് പരിഹരിച്ചു. സമാനമായ ഒരു പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്. എന്റെ ഒരു നിരീക്ഷണം, ഈ പ്രോട്ടോകോള് ഇരു വിഭാഗത്തിന്റെ നേതൃത്വത്തെ കൊണ്ടത് പഠിപ്പിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാമോ എന്നൊരു അന്വേഷണം ബഹുമാനപ്പെട്ട കല്ലാപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടത്തണം. കാരണം ഈ പ്രോട്ടോകോൾ തയ്യാറാക്കിയ ആളുകൾ മിസ്റ്റർ പോൾസൺ ഉണ്ട്, ഞാനുണ്ട്, ഒരു വിവിൻ വർഗീസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾ തയ്യാറാക്കിയ സമയത്ത് അനേക ആളുകൾക്ക് പരിശുദ്ധ പാത്രിക് സ്വഭാവം, പരിശുദ്ധ കാതോലിക്കാവും, ശ്രേഷ്ഠ കാതോലിക്കാവുടെയും ഒക്കെ ഓഫീസുകൾ ഇത് അയച്ചു കൊടുക്കും. ഇവരെല്ലാം പറയുന്ന സംഭവം കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ ആര് മുൻകൈ എടുക്കും, ആര് പ്രവർത്തിക്കും എന്നുള്ളതാണ് ചോദ്യം. പൂച്ചയ്ക്ക് മണി കെട്ടാനായിട്ട് ഈ ക്വസ്റ്റ് ഫോർ പീസ് ഒന്ന് തയ്യാറാകാമെന്ന് പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അല്പം സമയം എടുത്താലും പരിഹാരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ പറയുന്ന പ്രോട്ടോകോൾസ് മിസ്റ്റർ പോൾസന്റെ ലേഖനവും ഇതിന്റെ ഈ പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള ട്രെൻഡ് വിഭജനത്തിലൂടെ സമാധാനമാണെന്ന് മനസ്സിലായി. പക്ഷെ യോജിപ്പിലൂടെ സമാധാനം നടക്കുക എന്നുള്ളൊരു ചോദ്യം കൂടെ ബഹുമാനപ്പെട്ട കല്ലാപ്പുറേച്ചൻ അതിനകത്ത് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഒരു അന്വേഷണം ഈ ക്വസ്റ്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ നടത്തുക. നമുക്ക് 4, 5, 10 വർഷത്തിന് ശേഷം ചിലപ്പോൾ ഒരു ഫലം കണ്ടെന്ന് വരാം. ഏതായാലും ദുർവായ ഇത് ഇഷ്യൂ ഇല്ലെന്നുള്ള കാര്യം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് വളരെ 100-150% ശരിയാണ്. വെറും ദുർവാശി പരസ്പര വിശ്വാസമില്ലായ്മ മാത്രമാണ് ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ജനത്തിന്റെ ആഗ്രഹം രണ്ടും ഒന്നിച്ച് പോകണം തന്നെയാണ്. ഭൂരിപക്ഷം ജനത്തിന് ഒന്നിച്ച് പോയി കിട്ടിയാൽ നല്ലതെന്ന് ചിന്തിക്കുന്നവർ, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും. അഭിപ്രായം ക്വസ്റ്റ് ഫോർ പീസ് എന്ന സംഘടന സ്വീകരിക്കാം, പക്ഷേ ഒരു സഭയായിട്ട് പോവുക എന്നുള്ളത് 58 മുതൽ തുടങ്ങിയത്. 58-ൽ ഞാൻ അതിന്റെ വലിയ ഒരു സാന്നിധ്യ പുരുഷനാണ്. 58-ല് സഭാ യോജിപ്പിന് 1958 ഡിസംബർ 16 ഒരു കൽപ്പന ഇഷ്യൂ. അതിൽ ഞാൻ സാന്നിധ്യം ഉണ്ടെന്റെ, ഞാനത് ഷർമാശനാണ്. അത് നടന്നില്ല. 64-ല് പാതിവർഗീസ് ബാബ വന്ന് ഇവിടെ ഔഗേൻ കാതോലിക്ക ബാബായ വാഴിച്ചു. ഞാനും അന്ന് സ്റ്റേജിൽ ഉണ്ടായിരുന്നയാണ്. ഇതെല്ലാം സംഭവിച്ചു. അന്ന് 64-ല് സമാധാനമായി എന്ന് ജനം വിശ്വസിച്ചു, പക്ഷെ നടന്നില്ല. 70-ൽ വീണ്ടും വിയോജിച്ചു. ഇതെല്ലാം നമ്മുടെ പാരമ്പര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയും ഒരു സഭയായിട്ട് പോയി വീണ്ടും പിളർപ്പിലേക്ക് പോകുന്നതിനേക്കാളും ഭേദം 2 സഭകളായി പിരിഞ്ഞ് സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത്. ഈ പുസ്തകം സംബന്ധിച്ചാണ് പുസ്തകം സംബന്ധിച്ചാണ് ഈ കവർ പേജ് സഭ ഏതെങ്കിലും സഭയുടെ നേതൃത്വത്തിന്റെ ഫോട്ടോ അല്ല. ഈ ബിഷപ്പ് നിലവിൽ സുബ്രഹ്മണ്യ മദ്രാസിനെ പുറപ്പെട്ട സീനിയർ മോസ്റ്റ് മെത്രാപ്പൊലീത്ത അല്ലതാണ്. ഇദ്ദേഹം നിലവിൽ സമാധാന സമിതിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സർവ്വവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ പാതിവർഗീസിന്റെ അടുത്ത് ബാക്ക് വാട്ടേഴ്സ് റിപ്പോർട്ടിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അന്ന് പാതിവർഗീസ് ബാബായുടെ കൂടെ നിന്നത് അദ്ദേഹമായതുകൊണ്ട് പാതിവർഗീസ് അത് അടുത്ത പേജിൽ കാതോലിക്ക ബാബായുമുള്ള ഒരു ഫോട്ടോയും ഉണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ്, സഹായിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ള എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കും. എവിടെയാണ്